ഹലോ, അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സ്നാക്കാണ് ചിക്കൻ കട്ട്ലറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിന്ന് ചിക്കൻ കട്ട്ലറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഒരു 250 ഗ്രാം ചിക്കനാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 1/2 സ്പൂൺ കുരുമുളക് പൊടി, 1/2 സ്പൂൺ ഉപ്പ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ ചിക്കൻ നമുക്കൊന്ന് വേവിച്ചെടുക്കണം ആദ്യം തന്നെ. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇത് മിക്സ് ചെയ്തെടുക്കുന്നത്. ഞാനിവിടെ ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ബോൺസ് ഉള്ള ചിക്കൻ ആണെങ്കിലും എടുക്കാം, പക്ഷെ കുറച്ചും കൂടി എളുപ്പം ഇതായിരിക്കും. അല്ലെങ്കിൽ പിന്നെ നമ്മൾ വേവിച്ചതിന് ശേഷം ബോൺസൊക്കെ റിമൂവ് ചെയ്യേണ്ടി വരും. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ച് വേവിക്കാൻ വെക്കാം. ഈ വെള്ളം മുഴുവൻ വറ്റി വരുന്നത് വരെ നമുക്കിത് വേവിച്ചെടുക്കാം. ഇനി ഇതിൻ്റെ മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 3 മീഡിയം സൈസ്ഡ് ഉരുളക്കിഴങ്ങാണ് എടുക്കുന്നത്. ഉരുളക്കിഴങ്ങ് കുക്കറിൽ വെച്ചാണ് വേവിക്കുന്നത്. കുറച്ച് ഉപ്പും കൂടി ഇട്ട് വേവിച്ചെടുക്കാം. ഇനി അല്ലാതെ നമുക്ക് വേവിച്ചാലും കുഴപ്പമില്ല, പക്ഷെ കുക്കറിലാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ പെട്ടെന്ന് വെന്ത് കിട്ടും. ഇനി നമുക്ക് ഈ വേവിച്ച് വെച്ച പൊട്ടറ്റോനെ മാഷ് ചെയ്തെടുക്കാം നന്നായിട്ട്. അതിൽ പീസുകളൊന്നും ഇല്ലാതെ അതിൽ നല്ല പേസ്റ്റ് പോലെ നമുക്കിങ്ങനെ മാഷ് ചെയ്തെടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെ ചെയ്തെടുക്കണം. അപ്പോൾ അതിൽ നമുക്ക് കട്ട്ലറ്റിൽ ഇങ്ങനെ വലിയതായിട്ടൊന്നും പൊട്ടറ്റോ കടിക്കാതെ നമുക്ക് അത് മസാല നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കിട്ടും. ഇനി നമുക്ക് വേവിച്ച് വെച്ച ചിക്കൻ ഒന്ന് അരച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് കട്ട്ലറ്റിന് വേണ്ട മസാല തയ്യാറാക്കാം. അതിനുവേണ്ടി ഒരു പാത്രം അടുപ്പിൽ വെച്ച് ചൂടാക്കാം. ഇനി നമുക്ക് പാത്രം ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് എണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ മസാലയ്ക്ക് വേണ്ടിയിട്ട് ഒരു വലിയ സൈസ് സവോള, പിന്നെ ഒരു 3 പച്ചമുളക്, പിന്നെ ഒരു തണ്ട് കറിവേപ്പില ഞാനിവിടെ ചെറുതായിട്ട് അരിഞ്ഞ് തന്നെയാണ് എടുക്കുന്നത്. ഇതെല്ലാം കൂടെ നല്ല ചെറുതായിട്ട് അരിഞ്ഞ് നമുക്ക് ആ ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതൊന്ന് മിക്സ് ആയതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഒരു 1/2 സ്പൂൺ ഉപ്പ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. തോർത്തിട്ട് ആവശ്യത്തിനനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കാവുന്നതാണ്. ഉപ്പിട്ടതിന് ശേഷം നമുക്കിത് വീണ്ടും ഒന്നുകൂടി മിക്സ് ചെയ്ത് നല്ലപോലെ മിക്സ് ചെയ്ത് അടച്ചു വെച്ച് വേവിക്കാം. ഒരു 2 മിനിറ്റ് വേവിച്ചതിന് ശേഷം ഞാനതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനൊരു 2 സ്പൂൺ പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് വീണ്ടും ഇത് അടച്ചു വെച്ച് വേവിക്കാം. ഇനി നമുക്ക് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു 3 ബ്രെഡ് മുരിച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മസാലയിലേക്ക് 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മസാലപ്പൊടി, 1/2 സ്പൂൺ കുരുമുളക് പൊടി, ഇത് ഇത്രയും കൂടെ ചേർത്തിട്ട് നമുക്ക് വീണ്ടും ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. മസാല എല്ലായിടത്തും പിടിച്ചിട്ട് അതൊന്ന് മിക്സായി വരുന്നത് വരെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് അരച്ച് വെച്ച ചിക്കൻ ചേർത്ത് മിക്സാക്കി കൊടുക്കാം. ഈ ചിക്കനും മസാലയും എല്ലാം കൂടെ നന്നായിട്ട് യോജിച്ച് വരുന്നത് വരെ നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇത് രണ്ടും വേറെ വേറെ കിടക്കാൻ പാടില്ല. ഇതെല്ലാം കൂടെ മിക്സ് ആവണം. ഇത് സത്യത്തിൽ ഇങ്ങനെ തന്നെ കഴിക്കാനും നല്ലൊരു ഡിഷാണ്. നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റിയൊരു ഡിഷാണിത്. ഇനി ഇത് തയ്യാറാക്കിയതിന് ശേഷം നമുക്ക് തണുക്കാൻ വെക്കാം. ഇതൊന്ന് തണുത്തതിന് ശേഷം നമ്മൾ മാഷ് ചെയ്ത പൊട്ടറ്റോ ആയിട്ട് ഇതിനെ നന്നായിട്ട് കൈവശം മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് കട്ട്ലറ്റിനുള്ള ആ ഒരു മസാലയായിട്ട് നമ്മളിത് റെഡിയാക്കി എടുക്കുകയാണ്. ഇനി നമുക്കിതിനിങ്ങനെ ചെറിയ ബോൾസ് ആയിട്ട് ഉരുട്ടിയെടുക്കാം. എന്നിട്ട് നമുക്ക് ഏത് ഷേപ്പിലാണോ കട്ട്ലറ്റ് വേണ്ടത് ആ ഷേപ്പ് നമുക്ക് ആക്കി എടുക്കാവുന്നതാണ്. എന്നിട്ട് അതിന് സൈഡൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം ഇതുപോലെ. അല്ലെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്യുന്ന ടൈമിൽ എണ്ണയിൽ കിടന്നിട്ട് ഇത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇതിങ്ങനെ നമുക്ക് വേണ്ട ഷേപ്പിലാക്കിയതിന് ശേഷം ഞാൻ ഒരു മുട്ട എടുത്ത് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇങ്ങനെ മുക്കാം. നമ്മൾ മുക്കുന്ന ടൈമിൽ ഇതിൻ്റെ എല്ലാ സൈഡിലും ഇത് പറ്റാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബ്രെഡ് ക്രംസിലേക്ക് നമുക്കിത് ഇട്ട് കൊടുക്കാം. അതിൻ്റെ എല്ലാ സൈഡിലും ബ്രെഡ് ക്രംസ് നന്നായിട്ട് ആയിട്ട് വേണം നമ്മളത് ഫ്രൈ ചെയ്യാനായിട്ട് ഇട്ട് കൊടുക്കാൻ. ഇനി നമുക്ക് ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു കട്ട്ലറ്റ് മുങ്ങിക്കിടക്കാൻ വേണ്ടിയിട്ടുള്ള അത്രയൊക്കെ എണ്ണ എടുത്താൽ മതിയാകും. എണ്ണ ചൂടായതിന് ശേഷം നമുക്ക് ഈ റെഡിയാക്കി വെച്ചിട്ടുള്ള ബോൾസ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഒരുപാട് നേരം ഒന്നും മുരിയണ്ട, ഒന്ന് ജസ്റ്റ് ഒന്ന് മുരിഞ്ഞാൽ മതി. ഓൾറെഡി എല്ലാം അതിനകത്ത് കുക്ക്ഡ് ആയിട്ടുള്ളതാണ്. സോ ജസ്റ്റ് ഒന്ന് എല്ലാം മുരിഞ്ഞ് വരുമ്പോഴത്തേക്കും നമുക്കതിനെ
ഇങ്ങനെ കോരി കൊടുക്കാം. സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ കട്ട്ലറ്റിൻ്റെ റെസിപ്പി. ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്, എന്നാൽ നല്ല കടയിൽ നിന്ന് മേടിക്കുന്ന പോലെ തന്നെ ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.